സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 9 അപ്ഡേറ്റ്സ് ആണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 1, ഷോർട്ട് ലിസ്റ്റ് 3, ഇറാറ്റ നോട്ടിഫിക്കേഷൻ അറിയിപ്പ് 1, ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ് 3, ഇൻ്റർവ്യൂ അറിയിപ്പ് 3. ആദ്യം ഓൺ ടൈം വെരിഫിക്കേഷൻ. കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കമ്പ്യൂട്ടർ സയൻസ് കാറ്റഗറി നമ്പർ 410/2023. കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കമ്പ്യൂട്ടർ സയൻസ് കാറ്റഗറി നമ്പർ 410/2023 എന്ന തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടതും ഓൺ ടൈം വെരിഫിക്കേഷൻ പൂർത്തിയായിട്ടില്ലാത്തതുമായ ഉദ്യോഗാർത്ഥികൾക്കുള്ള വൺ ടൈം വെരിഫിക്കേഷൻ 2/6/2025 രാവിലെ 10:30 മുതൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഓൺ ടൈം വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഹാജരാകേണ്ടതില്ല. ന്യൂനത ഉള്ള പക്ഷം അവരെ പിന്നീട് വിളിക്കുന്നതായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ GR5 വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04712546 അടുത്തതൊരു ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പാണ്. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ 4th NCA ST വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 338/2024. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് വകുപ്പിലെ അസിസ്റ്റൻറ്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ 4th NCA ST വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 338/2024 എന്ന തസ്തികയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട PCN ലഭ്യമാകാത്ത ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രമാണ പരിശോധന 2/6/2025 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ അയച്ചിട്ടുണ്ട്. അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125466364. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് ഫാർമസിസ്റ്റ് കാറ്റഗറി നമ്പർ 38/2023. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ അസിസ്റ്റൻറ്റ് ഫാർമസിസ്റ്റ് കാറ്റഗറി നമ്പർ 38/2023 എന്ന തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട 34 ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം 12/6/2025 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. പ്രസ്തുത ഉദ്യോഗാർത്ഥികൾക്ക് SMS, പ്രൊഫൈൽ മെസ്സേജ് എന്നിവ നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ മെമ്മോ പ്രസ്തുത വ്യക്തികളുടെ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതും അതോടൊപ്പമുള്ള വ്യക്തി വിവരക്കുറിപ്പ് പൂരിപ്പിച്ച് ഡോക്യുമെൻറ്റുകളുടെ അസൽ പ്രമാണങ്ങളുമായി ഹാജരാകേണ്ടതുമാണ്. ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിലെ CR ഫസ്റ്റ് വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. അടുത്തതൊരു ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസ് കാറ്റഗറി നമ്പർ 670/2023. ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസ് കാറ്റഗറി നമ്പർ 670/2023 തസ്തികയിലേക്ക് 28/5/2025 പ്രസിദ്ധീകരിച്ച ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടതും അസൽ പ്രമാണ പരിശോധന പൂർത്തിയാക്കാത്തതുമായ ഉദ്യോഗാർത്ഥികൾക്ക് 5/6/2025 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് ഒറ്റത്തവണ പ്രമാണ പരിശോധന നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ്, പ്രൊഫൈൽ, SMS എന്നിവ വഴി നൽകിയിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് ഓഫീസിലെ GR9 സെക്ഷനുമായി ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125
4646. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണർ, കാറ്റഗറി നമ്പർ 661/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 76.67. ലിസ്റ്റിലാകെ 103 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 30 പേർ മെയിൻ ലിസ്റ്റിലും 63 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതും ഒരു ഷോർട്ട് ലിസ്റ്റാണ്. കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഡയറ്റിലേക്ക് ലെക്ചറർ ഇൻ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ആക്ഷൻ റിസർച്ച് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 391/2022. ഇതും ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതൊരു ഇറാറ്റൻ നോട്ടിഫിക്കേഷൻ അറിയിപ്പാണ്. കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിമൻ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി, വിമൻ പോലീസ് ബറ്റാലിയൻ, കാറ്റഗറി നമ്പർ 584/2023. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. ആലപ്പുഴ ജില്ലയിലേക്ക് NCC സൈനിക് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ക്ലർക്ക് ഫ്രം എക്സ് സർവീസ് മെൻ ഉള്ളി, കാറ്റഗറി നമ്പർ 445/2023. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. പത്തനംതിട്ട ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്, കാറ്റഗറി നമ്പർ 288/2024. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും പരിചയപ്പെടാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, ഹെഡ് ഓഫീസിൽ നിന്നും ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, ഫസ്റ്റ് NCA ഈഴവ ബില്ലവ തീയ വിഭാഗക്കാർക്കായി, സെക്കൻഡ് NCA LC ബാർ A വിഭാഗക്കാർക്കായി, NCA OBC വിഭാഗക്കാർക്കായി. തിരുവനന്തപുരം ജില്ലയിലേക്ക് വേജസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. കോഴിക്കോട് ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ വിങ്ങിലേക്ക് ലബോറട്ടറി അസിസ്റ്റൻറ്റ്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC ST ആൻഡ് ST ഉള്ളി. ഹെഡ് ഓഫീസിൽ നിന്നും ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നിവിടങ്ങളിലേക്ക് അസിസ്റ്റൻറ്റ് ഓഡിറ്റർ. ഹെഡ് ഓഫീസിൽ നിന്ന് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അസിസ്റ്റൻറ്റ് ഇൻഫർമേഷൻ ഓഫീസർ. വയനാട് ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ്. വയനാട് ജില്ലയിലേക്ക് ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ്. കോഴിക്കോട് ജില്ലയിലേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി മെയിൽ. ഹെഡ് ഓഫീസിൽ നിന്നും ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ AG's ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ്. കോഴിക്കോട് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക്. വയനാട് ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.